അസ്സലാമു അലൈക്കും. ഒരു കഥ കേട്ടു പോയാലോ? ഇറാഖിലെ പ്രമുഖമായ പട്ടണമായിരുന്നു ബസറ. ആ ബസറയിലെ ന്യായാധിപനായിരുന്നു ഇയാസ് എന്ന് പറഞ്ഞ ന്യായാധിപൻ. ഇയാസ് തൻ്റെ നീതി നിർവഹണത്തിലും സത്യസന്ധതയിലും അവിടെയുള്ള ജനങ്ങൾ പൂർണ്ണ സംതൃപ്തരായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇയാസിൻ്റെ കോടതിയിൽ ഒരു കേസ് വരും. എന്താണെന്ന് വെച്ചാൽ, ഒരാൾ തൻ്റെ സുഹൃത്തിന് സാധനം കൈവശം വെക്കാൻ കൊടുത്തു, സൂക്ഷിക്കാൻ കൊടുത്തു. ആ സൂക്ഷിക്കാൻ കൊടുത്ത സാധനം ആവശ്യം വന്നപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? തിരിച്ചു ചോദിച്ചു. അപ്പോൾ തൻ്റെ സുഹൃത്ത് പറഞ്ഞു, അത് തരാൻ പറ്റില്ല, അങ്ങനെ ഒരു സാധനം എന്നെ ഏൽപ്പിച്ചിട്ടേ ഇല്ല എന്നെന്ത് സുഹൃത്ത് പറഞ്ഞു. ഇത് കേട്ട വാദി, കൊടുത്ത ആള് തൻ്റെ ന്യായാധിപനെ സമീപിച്ചു. ന്യായാധിപൻ ഇദ്ദേഹം പറയുന്നത് പൂർണ്ണമായും വ്യക്തതയോടെയും സൂക്ഷ്മതയോടെയും കേട്ടിരുന്ന ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് ഇതിന് വല്ല സാക്ഷികളും ഉണ്ടായിട്ടുണ്ടായിരുന്നോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, അവിടെ വലിയൊരു വൃക്ഷമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വാദി. അപ്പം ന്യായാധിപൻ പറഞ്ഞു, താങ്കൾ എന്നാൽ ആ വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് പോകൂ. ഒന്നുകിൽ താങ്കളുടെ സാധനം എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മ വന്നേക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് താങ്കൾക്ക് തങ്ങളുടെ സാധനം ലഭിച്ചേക്കാമെന്ന് ന്യായാധിപൻ പറഞ്ഞു. ഇത് കേട്ടപാട് വാദി അവിടുന്ന് സ്ഥലം വിട്ടു ആ വൃക്ഷത്തിൻ്റെ അടുത്തേക്ക്. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ ന്യായാധിപൻ പ്രതിയോട് ചോദിച്ചു, അദ്ദേഹം ആ വൃക്ഷത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ടാവുമോ? അപ്പോൾ ഒട്ടും ആലോചിക്കാതെ പ്രതി പറഞ്ഞു, ഇല്ല, അതെത്താനായിട്ടില്ല, അത് കുറച്ച് ദൂരെയാണ്. ഇതിലൂടെ എന്ത് മനസ്സിലായി? അദ്ദേഹം തന്നെയാണ് പ്രതിയെന്നും വാദിയെ തിരിച്ചു വിളിക്കുകയും കൊടുത്ത സാധനം തിരിച്ചേൽപ്പിക്കാൻ പ്രതിയോട് കൽപ്പിക്കുകയും അദ്ദേഹത്തെ ശിക്ഷാർഹനാക്കുകയും ചെയ്തു. അപ്പോൾ ന്യായാധിപന് നീതിബോധവും സത്യസന്ധതയും മാത്രം പോരാ, സാമർത്ഥ്യം കൂടി വേണമെന്ന് ഉറച്ചു വിശ്വസിച്ച ഇയാസ് ഇതുപോലെ നിരവധി കേസുകൾ തീർപ്പ് കൽപ്പിച്ചു. ഇൻഷാ അല്ലാഹ്.